ഹലോ, പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നല്ല നട്ടപ്പൊരു വെയിലത്ത് ഞങ്ങൾ ചന്തയിലോട്ട് വന്നേക്കുവാണ്. കിയാരയ്ക്ക് 12 മണി വരെ ക്ലാസ് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അവർക്ക് അവിടെ എക്സാം നടക്കുവാണ്, വലിയ പിള്ളേർക്ക്. അങ്ങനെ അവളെ കൂട്ടാൻ വേണ്ടി ഞാൻ ഉച്ചയ്ക്ക് ഇറങ്ങിയതാണ്. നാൻസി പറഞ്ഞു എന്നാൽ ഞാനും വരാമെന്ന് പറഞ്ഞുകൊണ്ട് വെറുതെ അവളെ വീട്ടിൽ നിൽക്കുന്ന വേഷത്തിൽ തന്നെ എൻ്റെ കൂട്ടത്തിൽ പോകുന്നതാണിത്. മീനൊക്കെ അവിടെ ഓടി കളിക്കുകയാണ് ചന്തയിൽ. അങ്ങനെ എന്നാൽ പിന്നെ ചന്തയിലും കൂടി കയറിയിട്ട് പോരാലോ എന്ന് കരുതിയിട്ട് ഞങ്ങൾ ഇങ്ങനെ ചുമ്മാ ഒന്ന് ഇങ്ങനെ പരതുവാണ് എന്തെങ്കിലും ഉണ്ടോയെന്ന് അറിയാനായിട്ട്. ഞങ്ങൾക്ക് പിടിച്ചത് ചെമ്മീൻ മാത്രമായിരുന്നു, വേറെ ഒന്നും അത്ര ഒരു രസത്തിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ചെമ്മീൻ വാങ്ങിച്ചുകൊണ്ട് പോകുന്നു. വാങ്ങിച്ചത് ചെമ്മീനും കക്കാറച്ചിയും. കപ്പ വാങ്ങിച്ചിട്ടുണ്ട്, നല്ല കപ്പയാണോ ആയിരിക്കും. രണ്ടും 1 കിലോ വീതം മേടിച്ചുള്ളൂ കേട്ടോ. മദർ ഇവിടെ പയറ് മെഴുക്ക് പുരട്ടി ഉണ്ടാക്കുന്നു. 1 മണിയായി. ചോറുണ്ണാൻ സമയമായി. നമ്മുടെ കറികളൊക്കെ ഉണ്ടാക്കുന്നേ ഉള്ളൂ. അങ്ങനെ വേഗം ഞാൻ ചെമ്മീൻ കിളി കൊടുത്തു. ആ സമയത്ത് അമ്മ കറി വെക്കാനുള്ള ഒരുക്കി കേട്ടോ. തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് അമ്മ ആദ്യമേ വേവിച്ചിട്ടാണ് പിന്നെ മുളക് പൊടിയും പച്ചവെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചെടുക്കുന്നത്. ഓരോരുത്തരുണ്ടാക്കുമ്പോൾ ഓരോരോ രീതിയാണല്ലോ. പിന്നെ ഞാൻ കോർത്തുന്ന പിന്നെ നമ്മുടെ കക്കാറച്ചിയും കൂടി അങ്ങ് ക്ലീൻ ചെയ്ത് കഴിച്ചാൽ പിന്നെ സമാധാനമായിട്ടിരിക്കാമല്ലോ. അങ്ങനെ അതും കൂടി കഴിഞ്ഞ് അതും വേവിക്കാൻ വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മ എല്ലാം കറിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. ഒരു ലേശം ചെമ്മീനെടുത്ത് വറുത്തായിരുന്നു, നല്ല കറിവേപ്പിലൊക്കെ ഇട്ടിട്ടുണ്ടാവും. പിന്നെ നല്ല ടേസ്റ്റ് ആയിരുന്നു. അങ്ങനെ ചോറെല്ലാം കഴിച്ച് വെച്ച് കിടന്നു. അത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. എനിക്ക് പനി പിടിച്ചു. നൈസിക്ക് വയ്യ ഗൈസ്, പനിയാണ് ഗൈസ്. അങ്ങനെ 2-3 ദിവസം പോയിക്കിട്ട് എനിക്ക് ഭയങ്കര ക്ഷീണമായിരുന്നു. എണീറ്റ് നിൽക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. എന്റെ അഭാവത്തിൽ നാൻസിയാണ് അടുക്കള ഡ്യൂട്ടി ആയിട്ട് എടുത്തിരിക്കുന്നത്. അങ്ങനെ അവള് രാവിലെ തന്നെ അവളുടെ പരിപാടി നടന്നുകൊണ്ടിരിക്കുവാണ്. ഇതൊക്കെ എനിക്ക് ബോധം വെച്ച ശേഷം ഞാൻ എടുത്തേക്കുന്ന വീഡിയോ ആട്ടോ. 2-3 ദിവസം ഇവിടെ കഞ്ഞിയും അച്ചാറും മാത്രമായിരുന്നു. കഞ്ഞി കുടിച്ച് മടുത്ത്. പിന്നെ എനിക്ക് കഞ്ഞി കുടിക്കണമായിരുന്നു അപ്പം നല്ലത്. എനിക്ക് കഞ്ഞിവെള്ളം അല്ലാണ്ട് ഒന്നും കുടിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കഞ്ഞിവെള്ളം മാത്രം കുടിച്ചാണ് അതിജീവിച്ചത്. അങ്ങനെ രാവിലെ തന്നെ അമ്മ സാമ്പാർ ഉണ്ടാക്കിയിട്ട് പോയായിരുന്നു. നാൻസിക്ക് ഇഡലി ഉണ്ടാക്കണം, ചമ്മന്തി ഉണ്ടാക്കണം. അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അടുക്കളയിൽ. ചമ്മന്തിക്ക് എന്നാ കുഴപ്പം? ഞങ്ങക്ക് സാമ്പാറും ചമ്മന്തിയും പൊടി. സീരിയസ്ലി നീ ആരോട് വേണമെങ്കിലും ചോദിച്ചോ. ശരിക്കും ഞാൻ എനിക്കെടുത്ത പാത്രവും കൊണ്ട് അവള് പോയി. ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ശേഷം ഞങ്ങളുടെ ഉച്ചക്കത്തെ പരിപാടിയും കഴിഞ്ഞായിരുന്നു കേട്ടോ. ജേസൺ ചാള വാങ്ങിച്ചുകൊണ്ട് വന്നായിരുന്നു. അതുകൊണ്ട് കറിയെല്ലാം വെച്ചിട്ട് ഇരിക്കണ സമയത്താണ് അമ്മ പിന്നെയും ചന്തയിൽ നിന്ന് 2 കിലോ ചാള വാങ്ങിച്ചുകൊണ്ട് വന്നേക്കുന്നത്. ചാളയുടെ സീസൺ ആണല്ലോ. കുഞ്ഞുചാള ഇഷ്ടം പോലെ ഉള്ളതുകൊണ്ട് വില കുറച്ച് കിട്ടി. 1 കിലോയ്ക്ക് 50 രൂപ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അമ്മ 2 കിലോ വാങ്ങിയതാണ്. നമ്മൾ വീട്ടിൽ വാങ്ങിച്ച കാര്യം അമ്മയ്ക്ക് അറിയില്ലായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഓർത്തെന്നാൽ പിന്നെ അച്ചാറിടാം. അച്ചാറിടുമ്പോഴും കുറെ നാൾ ഇരിക്കുകയും ചെയ്തോളം നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ അമ്മ തന്നെ എല്ലാം ക്ലീൻ ചെയ്ത് തന്നു. അതെല്ലാം കൂടി ഞാനിങ്ങനെ ഫ്രൈ ചെയ്യാൻ വെക്കുവാണ്. ആ ഫ്രൈ ചെയ്യുന്ന ഗ്യാപ്പിൽ വേണം എനിക്ക് വെളുത്തുള്ളി പൊളിക്കാനായിട്ട്. എനിക്ക് അങ്ങനെ ഫ്രൈ ചെയ്യുമ്പോൾ വെറുതെ നിൽക്കാൻ ഇഷ്ടമില്ല. ആ ഗ്യാപ്പിൽ നമുക്ക് വെളുത്തുള്ളിയൊക്കെ പൊളിച്ചെടുക്കാം. പൊളിക്കടി നാൻസി ജോസഫേ, പൊളിക്കടി അങ്ങോട്ട്. എന്തുവാണ് ഇത്? നമുക്ക് ചാളാച്ചാറ് വേണോ വേണ്ടയോ? ചാളാച്ചാറ് വേണം. ഈ 2-3 റൗണ്ട് നമുക്ക് മീൻ വറുക്കാനുണ്ടല്ലോ. ആ വറുക്കുന്ന ഗ്യാപ്പ് മതി ശരിക്കും വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ഇതിന് വേണ്ട, അച്ചാറിന് വേണ്ടതൊക്കെ ഒരുക്കിയെടുക്കാനായിട്ട്. പക്ഷെ നമ്മൾ ഡിസ്റ്റർബ് ചെയ്യരുതായിരുന്നു. കിയ ഭാഗ്യത്തിന് കിടന്ന് ഉറങ്ങുമായിരുന്നു. അതുകൊണ്ട് എനിക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റി. അങ്ങനെ അതെല്ലാം വറുത്തോണ്ടിരിക്കുമ്പോൾ ലാസ്റ്റ് റൗണ്ട് അവിടെ വറുത്തോണ്ടിരിക്കുവാണ്. ആ ഗ്യാപ്പിൽ ഞാൻ ഓർത്തു നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന എല്ലാം കൂടി നമുക്ക് ഈ വക സാമഗ്രികളെല്ലാം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇവയെല്ലാം നമ്മൾ ചട്ടിയിലോട്ട് തട്ടുന്നു. നല്ലെണ്ണ നമ്മൾ ഒഴിച്ച് ചൂടാക്കിയ ചട്ടിയിലേക്ക് തട്ടി. ഞാൻ ഈ കൊടുക്കുന്ന കമന്ററി എല്ലാം ഡിലീറ്റ് ചെയ്ത് കളയുന്നതാണ്. അപ്പുറത്ത് മീൻ വറുക്കുന്നു, ഇപ്പുറത്തെ മിശ്രിതം ഇളക്കുന്നു. അപ്പുറത്ത് മീൻ വറുക്കുന്നു, ഇപ്പുറത്തെ മിശ്രിതം ഇളക്കുന്നു. എനിക്ക് ഓരോ തവണ ഓരോ മൂടാട്ടോ. ചിലപ്പോൾ ഞാൻ കടുക് ഉലുവയും കൂടി വെളിച്ചെണ്ണയിൽ പൊട്ടിച്ചിടും. അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് ഇതേപോലെ പൊടിച്ചിടാൻ ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാനിങ്ങനെ കുറച്ച് പാനിലിട്ടൊന്ന് ചൂടാക്കി എടുക്കുവാണ് പൊടിച്ചെടുക്കാനായിട്ട്. പിന്നെ നമ്മുടെ മിശ്രിതം എല്ലാം വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ മൂത്ത് കഴിയാൻ നേരത്ത് കുറച്ച് മുളക് പൊടി ആവശ്യത്തിന്. അതൊക്കെ ഓരോരുത്തരുടെ ആവശ്യം കേട്ടോ. ആവശ്യത്തിനനുസരിച്ച് മുളക് പൊടി ഒഴിക്കുക, മുളക് പൊടി ഇടുക. എന്നിട്ട് നമുക്ക് നമ്മുടെ വിനാഗിരിയും കൂടി ഒഴിച്ചു കൊടുക്കാം. വിനാഗിരി ഞാൻ അധികം ഒഴിക്കാത്തത് എന്നാണെന്നറിയാമോ? എനിക്ക് ഈ ചാള പിന്നെ കടിച്ച് തിന്നാൻ നേരത്ത് പല്ല്, എൻ്റെ നാൻസിയുടെ അമ്മയുടെ ഒക്കെ ഫുള്ള് പല്ല് സെൻസിറ്റീവാണ്. എല്ലാവർക്കും പുളി കടിക്കാൻ പറ്റില്ല. അതാണ് ഞാൻ ഒരുപാട് ഒഴിക്കാത്തത്. നിങ്ങൾക്ക് ആവശ്യാനുസരണം ഒഴിക്കാം. മിശ്രിതം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ വറുത്ത് നല്ലപോലെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് ഈ മിശ്രിതത്തിലോട്ട് ചേർത്ത് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടേ, അത് മറന്നുപോയി.
ഞാനിവിടെ വെള്ളമൊന്നും ചേർക്കുന്നില്ല കേട്ടോ. എന്നിട്ട് നമുക്ക് നേരെ വിനാഗിരി മാത്രമേ ചേർത്തിട്ടുള്ളൂ. അതിനകത്തോട്ട് നമ്മുടെ വറുത്ത് വെച്ചിരിക്കുന്ന ചാളയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ അച്ചാർ റെഡിയാണ്. ഇതിപ്പോൾ നല്ല ഡ്രൈ ആയിട്ടായിരിക്കുന്നത്, പക്ഷേ എനിക്ക് ഈ രൂപത്തിലാണ് ഇപ്പം എനിക്ക് നിലവിൽ ആഗ്രഹം, അതുകൊണ്ടാണ് അങ്ങനെ എടുത്തേക്കുന്നത്. എനിക്ക് പലപ്പോഴും പല പല ആഗ്രഹങ്ങളാണ്, ചിലപ്പോൾ ഞാൻ വേറെ രീതിയിലാണ് എടുക്കാറ്. എന്നിട്ട് നമ്മുടെ വറുത്ത് വെച്ചിരിക്കുന്ന ഉലുവയും കടുവും കൂടി നമുക്ക് നല്ലപോലെ പൊടിച്ചെടുത്തിട്ട് ഇച്ചിരി കരിങ്കല്ലും കൂടി പൊടിഞ്ഞു വരുന്നുണ്ട്. പിന്നെ അങ്ങനെയാണല്ലോ ഇടുകയിലിട്ട് പൊടിക്കുമ്പോൾ ഇച്ചിരിയൊക്കെ കിട്ടും. നമ്മുടെ അച്ചാറിലോട്ട് ചേർത്ത് കഴിഞ്ഞാൽ സ്വാദിഷ്ടമായ ചാള അച്ചാർ റെഡിയാണ്. ഉപ്പും പുളി എല്ലാം വേണം. ഉപ്പും വിനാഗിരി ഒക്കെ കുറച്ചും കൂടെ ഒഴിച്ചോ. വിനാഗിരി ഉണ്ടാക്കാത്തവർ എന്താണെങ്കിലും ഉണ്ടാക്കി നോക്കണം. ഭയങ്കര ടേസ്റ്റ് ആണ്. മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് ചാള അച്ചാർ. അങ്ങനെ നമ്മുടെ അച്ചാർ ഇവിടെ അയ്യോ സ്പൂൺ എടുത്തോ റെഡി ആയിട്ടുണ്ട്. നമുക്ക് രുചിച്ച് നോക്കാം. രുചിച്ചു നോക്കി. ഒന്നുകൂടി രുചിക്കാൻ വയ്യ. ഒന്നുകൂടി ഞാൻ വേണേ രുചിക്കാം. സംഗതി സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ. കുഞ്ഞു ചാള കിട്ടിയ ടേസ്റ്റ് ചെയ്ത് നോക്ക്. അടിപൊളി. ഇത് ബേബിക്കൊക്കെ എന്നാ ടേസ്റ്റാ? ഞാൻ അധികം പുളി ഒഴിക്കുന്നില്ല. പുളി ഒഴിച്ചു കഴിഞ്ഞാലേ നമ്മളെ മാംസം ചാള കഴിക്കാൻ നേരത്ത് പല്ല് പൊളിക്കും. അതുകൊണ്ടാണ് എൻ്റെ അച്ചാർ ഉണങ്ങിയിരിക്കുന്നത്. നമ്മുടെ വീട്ടിലോട്ടുള്ള ഐറ്റംസും ഫുള്ള് തീർന്നിരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ചധികം സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി ഞങ്ങൾ കടയിലോട്ട് വന്നതാണ്. നാൻസി ആണെന്നുണ്ടെങ്കിൽ ആ രാവിലത്തെ ഇഡലിയും സാമ്പാറും കഴിച്ചിട്ടിരിക്കുന്നവളാ. അവൾക്ക് ഭയങ്കര വിശപ്പ്. അയ്യോ ഞാനിപ്പോൾ ചത്തുപോയ സന്ധ്യ ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പറഞ്ഞപ്പോൾ ഞങ്ങൾ ഒരു അടുത്തൊരു ഹോട്ടലിൽ കയറിയിട്ട് 2 പൊറോട്ട വാങ്ങിച്ചോളൂ. എനിക്ക് ഒരെണ്ണം അവക്കൊരെണ്ണം. ഒരു മുട്ടക്കറിയും കൂടി വാങ്ങിച്ച് കഴിച്ചപ്പോൾ നാൻസിക്ക് റോയൽ ഫലൂഡ കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. അങ്ങനെ ഒരു ഫലൂഡയും കൂടി പറഞ്ഞായിരുന്നു. അത് ഞങ്ങൾ രണ്ടുപേരും കൂടി ഇച്ചിരിച്ച കഴിച്ചപ്പോഴത്തേക്കും വിശപ്പൊക്കെ മാറി. പിന്നെ ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വീട്ടിലോട്ട് വന്ന് ഞങ്ങളുടെ ഒരു ഫ്രണ്ട് ലീവിന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് കുറച്ചധികം മെറ്റീരിയൽസ് ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ. അതിനെപ്പറ്റിയൊക്കെ കുറച്ചധികം ഡിസ്കഷൻ നടന്നുകൊണ്ടിരുന്നതുകൊണ്ട് ഞാൻ ഉടുപ്പൊന്നും മാറിയില്ല. ഇതിപ്പോൾ രാത്രി 11:30ക്കാണ് ഫുഡ് കഴിക്കുന്നത്. വയറില്ലായിരുന്നു. ഇതിനകത്തുനിന്ന് എടുത്ത് കഴിച്ചു നോക്കുന്നു. എന്തൊരു പ്രത്യേക ടേസ്റ്റ്. എപ്പോഴും ഉണ്ടാകുന്ന ടേസ്റ്റ് അല്ല, വേറെന്തോ. ഹലോ, ഞാൻ ഈ ഒരുങ്ങിക്കിട്ട് എങ്ങോട്ടാ പോണേന്നില്ല, ഒരിടത്തോട്ടും പോണില്ല. കഴിഞ്ഞ ദിവസം ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഒരു ടോപ്പ് ഓർഡർ ചെയ്തിരുന്നു. ആ ടോപ്പാണ് ഇത്. ഞാൻ കാണിച്ചു തരാട്ടാ എങ്ങനെയുണ്ടെന്ന്. നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഉടുപ്പൊക്കെ ഇട്ടുണ്ടോ വന്നേ. അങ്ങനെ ഇതാണ് എൻ്റെ ഉടുപ്പ്. ഞാൻ മേടിച്ചേക്കുമ്പോൾ വാങ്ങിച്ചത് ഒരുമിച്ച് മേടിച്ചതായിപ്പോയി. ഇതിങ്ങനെ ഇലാസ്റ്റിക് വെച്ചിട്ടുണ്ട് കൈ. എന്തോ ആ ശരി ശരി. പിന്നെന്താ നമ്മുടെ കഴുത്ത് ഇങ്ങനത്തെ കഴുത്താണ്. നല്ല ലെങ്തിലാണ്. എനിക്ക് പൊക്കയില്ലാത്തതുകൊണ്ട് നല്ല ഇറക്കത്തിലാണ് കിട്ടിയേക്കുന്നത്. പൊക്കമുള്ളവർക്ക് ഇത് ഇങ്ങനെ ഇരിക്കും. പൊക്കമുള്ളവർക്ക് എങ്ങനെ ഇരിക്കും? ഇങ്ങനെ. നമുക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം, വാങ്ങിച്ചോ. ചുമ്മാ എവിടെയെങ്കിലൊക്കെ പോകാൻ നേരത്ത് നൈറ്റ് പോലെ ഇട്ടുകൊണ്ട് പോകാം. ഇത് നമുക്ക് കൊളാബ് വന്ന മെറ്റീരിയൽസ് ആണ് കേട്ടോ. ഇത് നമുക്ക് കഴിഞ്ഞ ദിവസം വന്നതാണ്. എനിക്ക് പനി പിടിച്ച് കിടന്നത് വന്നതാണ് കേട്ടോ. ഇത് ടിങ്കിൾ അല്ല, ബ്ലൂമിംഗ് പാരഡൈസ് ബൈ ടിങ്കിൾ. ടിങ്കിൾ വളരെ സ്വീറ്റ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ്. ഒരു ഇടുക്കിക്കാരിയാണ്. പുള്ളിക്കാരത്തി ഓൺലൈനായിട്ട് ഇതുപോലെ കുറച്ച് കോട്ടൺ മെറ്റീരിയൽസ്, ചുരിദാർ മെറ്റീരിയൽസ് അങ്ങനെയെല്ലാം സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ ഞങ്ങൾക്ക് ഒരു 2 ഡ്രസ്സ് ചെയ്യാനായിട്ട് മെറ്റീരിയൽ അയച്ചു തന്നിരുന്നത്. നമ്മൾ തന്നെ സെലക്ട് ചെയ്ത മെറ്റീരിയലാണ് ഇത്. ഇത് രണ്ടും കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണം. അപ്പൊ നിങ്ങൾക്ക് ഞാൻ കോട്ടൺ മെറ്റീരിയലൊക്കെ ഒരുപാട് കളക്ഷൻസ് കയ്യിലുണ്ടായിരുന്നു. ആവശ്യമുണ്ടെങ്കിൽ ഞാൻ കുട്ടിയുടെ നമ്പർ സ്ക്രീനിൽ കൊടുക്കാം. നിങ്ങളൊന്ന് ചുമ്മാ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കും. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാന്നുണ്ടെങ്കിൽ വാങ്ങാമല്ലോ. അങ്ങനെ ഈ മെറ്റീരിയലുകൾ കൊണ്ട് ഇതിന് ലൈനിങ് ഒക്കെ വാങ്ങണം. ലൈനിങ് ഒക്കെ വാങ്ങിയിട്ട് എന്ത് പാറ്റേൺ ചെയ്യണമെന്നൊക്കെ ആലോചിച്ചിട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ ചുമ്മാ ജസ്റ്റ് ഒന്ന് കാണിച്ചതേ ഉള്ളൂ. ഇതുപോലെ ഒരു കൊറിയർ വന്നിട്ടുണ്ടെന്ന്. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ഫ്ലിപ്കാർട്ടിൽ മീഷോയിൽ 2 ചെരുപ്പ് ഞാൻ വാങ്ങിച്ചതെന്ന് പറയാൻ പറ്റിയല്ലോ. ഡാൻസ് എന്നെ കൊണ്ട് കുത്തി വാങ്ങിച്ചതാ. വാങ്ങി നോക്കടി, നല്ലതാണോ പറയാനായിട്ട്. പക്ഷെ ഇതുവരെ മീഷോയിൽ നിന്ന് വന്നേക്കുന്ന ഒരു സാധനം പോലും എനിക്ക് ചെരുപ്പ് എപ്പോ വാങ്ങിച്ചാലും എനിക്ക് ഞാൻ റിട്ടേൺ കൊടുത്തിട്ട് കറക്റ്റ് 5ആണ് എന്റെ സൈസ് എന്നുണ്ടെങ്കിൽ ഞാൻ 5 ഓർഡർ ചെയ്യാൻ നേരത്തെ എനിക്ക് കറക്റ്റ് സൈസ് കിട്ടത്തില്ല. ചിലപ്പോൾ 3 ഒക്കെ ആയിരിക്കും ആ ബ്രാൻഡിന്റെ സൈസ്. മീഷോയിൽ ഇങ്ങനെ സൈസ് ആയിട്ട് കൊടുക്കത്തില്ലല്ലോ ഫ്ലിപ്കാർട്ടിലെ പോലെ.
കൊടുത്തിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഫ്ലിപ്കാർട്ടിലെ സൈസ് ചാർട്ട് നോക്കി വാങ്ങിച്ചാൽ ചിലപ്പോൾ അബദ്ധമൊക്കെ പറ്റാറുണ്ട്. അങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് അങ്ങനെ സൈസ് ചാർട്ട് നോക്കി വാങ്ങാൻ നേരത്തെ അബദ്ധം വളരെ കുറവാണ്. സൈസ് ചാർട്ട് നൈസ് നോക്കാറില്ല. നൈസിയുടെ വേഷം കെട്ടുകളാണ് ആ സമയത്ത് തോന്നുന്ന. എനിക്ക് ഇപ്രാവശ്യം 4 മതി, അല്ല എനിക്ക് 5 മതി. മറ്റേ ലക്കി നമ്പർ എടുക്കണ പോലെ ചെരുപ്പ് വാങ്ങാൻ പോയിട്ട് എന്താ കുഞ്ഞിന്റെ കാര്യത്തിലും ഇത് തന്നെയാണ് നൈസ് കാണിക്കുന്നത്. അല്ല കൊച്ചിന്റെ കാര്യത്തില് എന്താ മേടിക്കുന്നു റിട്ടേൺ അടിക്കുന്നു, മേടിക്കുന്നു റിട്ടേൺ അടിക്കുന്നു, എല്ലാം കഴിഞ്ഞിട്ട് അയ്യോടി ഇതിന് സൈസ് ചാർട്ട് ഉണ്ടായിരുന്നെടി. അല്ല സൈസ് ചാർട്ടിൽ ഉടുപ്പിന് ഫസ്റ്റ് ക്രൈ ഉണ്ടെന്ന് എനിക്ക് അറിയാനില്ലായിരുന്നു. ഇപ്പോഴാണ് എനിക്ക് തിരിച്ചറിവ് വന്നത്. അറിയില്ല. അങ്ങനെ ഇരുന്നപ്പോ ഉണ്ടല്ലോ നാൻസി 2 ചെരുപ്പ് അവർക്ക് ഇഷ്ടപ്പെട്ട 2 ചെരുപ്പ് അവൻ വാങ്ങിച്ചിട്ട് നീ കഴിക്കും നിനക്ക് മേടിക്കും എന്ന് നമുക്ക് നോക്കാമല്ലോ. വലിയ വിലയൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഈ കാണിക്കാൻ നമ്മള് ചിലപ്പോ 328 അങ്ങനെയൊക്കെ സംതിങ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ചുമ്മാ ഒന്ന് വാങ്ങിച്ചു നോക്കാൻ പറഞ്ഞപ്പോഴത്തേക്ക് ഇവള് തന്നെ ഓർഡർ കൊടുത്തതാണ് 5 സൈസും വെച്ചിട്ട്. പക്ഷെ വന്നപ്പോ എന്നാ കറക്റ്റ് എനിക്കായിട്ട് ഞാൻ ഓർഡർ ചെയ്തതാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ തെറ്റി വന്നേ. അങ്ങനെ ഞാൻ ഓർഡർ ചെയ്തോണ്ട് ഫസ്റ്റ് ചെരുപ്പ് അല്ല ഇതിന്റെ സെക്കൻഡ് ചെരുപ്പാണ്. ഫസ്റ്റ് ഓർഡർ ചെയ്തതാണ്. നാൻസിക്ക് ഇതേപോലത്തെ ചെരുപ്പൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ എപ്പോഴും ഈ നിറം തന്നെയാണ് പിന്നെയും പോയി വാങ്ങുന്നത്. ഈ നിറങ്ങളാണ് ഉള്ളത്. പക്ഷെ എന്നാലും ഇഷ്ടമാണ്, എനിക്കിഷ്ടമാണ്, ഇവർക്കും ഇഷ്ടമാണ്. അങ്ങനെ വാങ്ങിച്ചതാണ്. നമുക്ക് വിട്ട് കാണാം. ഇതാണ് നമ്മുടെ ചെരുപ്പ്. നല്ലതാണ് കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. രാജാക്കന്മാരുടെ ചെരുപ്പ് പോലെ ഉണ്ട്. റോയൽ ലുക്ക്. ഇതിന്റെയൊക്കെ ലിങ്ക് കൊടുത്താൽ കേട്ടോ. ഇഷ്ടമുണ്ടെങ്കിൽ വാങ്ങും, കുഴപ്പമില്ല. അപ്പൊ ദേ നമ്മുടെ അടുത്ത ചെരുപ്പ്. ഇത് നമ്മുടെ 2ാമത്തെ ചെരുപ്പാണ്. ഇത് പട്ടിയാല 1 മിനിറ്റ് മെഷീൻ ഒന്ന് ഓഫ് ആക്കട്ടെ. ഓക്കെ പറഞ്ഞു. പട്ടിയാല ജുട്ടിയുടെ വില ഇതിനകത്ത് എഴുതിയേക്കുന്നത് 1995 രൂപയാണ്. അതായത് ഞാൻ ജനിച്ച വർഷം. നമുക്കിത് തുറന്ന് കാണാം. മുത്തുണ്ടെന്ന് പറഞ്ഞത് കേട്ടോ. ഹൈറ്റമ്പടാ ഇത് ഫുള്ള് ഇവർ തയ്ച്ചു വെച്ചേക്കുന്നതാട്ടോ. ഫുള്ള് മുത്തുകൾ ഇങ്ങനെ തയ്ച്ച് ടങ്കീസിൽ തയ്ച്ചു വെച്ചേക്കുന്നതായിട്ടാണ് ഇതിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ബാക്കൊക്കെ കൊള്ളാം, ഇതൊക്കെ കൊള്ളാം. ഞാൻ ശരിക്കും ഇത് വന്നപ്പോഴത്തേക്ക് എനിക്ക് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടില്ല. ഞാൻ റിട്ടേൺ കൊടുക്കാം. പക്ഷെ ഞാൻ വീഡിയോ എടുക്കാനുള്ള മാനസികാവസ്ഥയിലല്ല, എനിക്ക് പനിയായിരുന്നല്ലോ. റിട്ടേൺ കൊടുക്കാമെന്ന് വിചാരിച്ച് അവിടെ വെച്ചേച്ചു. വീഡിയോ എടുത്തിട്ട് റിട്ടേൺ കൊടുക്കാമെന്ന് കരുതി. പക്ഷേ അത് അന്ന് എനിക്ക് എടുത്തപ്പോഴത്തേക്ക് എനിക്കൊന്നും ഇഷ്ടം തോന്നി. നാൻസിയും പറഞ്ഞു നീ പറയുന്നത്ര വൃത്തികളൊന്നും ചെരുപ്പിനില്ല, ഇത് ഇരിക്കട്ടെ എന്തിനെങ്കിലുമൊക്കെ ഇടാമല്ലോ. അത് 400 ചില്ലറ രൂപയെങ്ങാണ്ട് ഉണ്ടായിരുന്നു കേട്ടോ. 500 താഴെയായിരുന്നു വില. ഞാൻ ഇതിന്റെ ലിങ്ക് കൊടുത്തേക്കാം. അതുകൊണ്ടാണ് പിന്നെ ഞാനിത് വെക്കാന്ന് വിചാരിച്ചു. രസമുണ്ടല്ലോ കാണാനായിട്ടൊരു. അല്ലേടി എനിക്ക് ഇഷ്ടപ്പെട്ടതാണ്. പക്ഷെ ഇത് ഇട്ടിട്ടുണ്ടെങ്കിൽ രാജാക്കന്മാർ നടക്കാൻ പോലെ നടക്കേണ്ടി വരും. നമ്മൾ ചെരുപ്പിടാൻ പോവുകയാണ്. കുർത്തിയുടെ ഒക്കെ കൂടി ഇടുമ്പോഴാട്ടോ ഒരു ഭംഗി വരുന്നത്. എത്തനിക് കുർത്തിയൊക്കെ ഇല്ലേ, അതിൻ്റെയൊക്കെ കൂടിയാണ് നമ്മൾ ഇടാനായിട്ട്. നമ്മളെപ്പോഴും ചെരുപ്പൊക്കെ മാച്ചിങ് കോസ്റ്റ്യൂമിന്റെ കൂടെ വരുമ്പോഴാണ് ആ ഭംഗി കിട്ടുക. കുറെ നേരമല്ല പാവാട ആട്ടിക്കളിക്കണം മതി. അപ്പൊ ഇതാണ് നമ്മുടെ. അപ്പൊ അടുത്തതായിട്ട് നമ്മൾ മീഷോയിൽ നിന്ന് അപ്പൊ തന്നെ ആ ചെരുപ്പ് വാങ്ങിയതിന്റെ കൂടെ തന്നെ നമ്മൾ ഓർഡർ ആക്കിയ സാധനങ്ങളാണ് കേട്ടോ. കഴിഞ്ഞ ദിവസം നമ്മൾ കൊച്ചിന്റെ വീഡിയോ ഉടുപ്പ് വാങ്ങിച്ച വീഡിയോ ഇട്ടപ്പോഴത്തേക്ക് അതിനകത്ത് ഓർഗൻസ ലൈസിന് ഭയങ്കര വിലയാണ് കമന്റ് ഇട്ടപ്പോ. അല്ല ഞാൻ പറഞ്ഞപ്പോഴത്തേക്ക് ഒരു കുട്ടി കമന്റ് ഇട്ടായിരുന്നു മീഷോയിൽ നിങ്ങൾ കയറി നോക്ക് അവിടെ കിട്ടുമെന്ന്. പക്ഷെ ഓർഗൻസ ലൈസിന് മീഷോയിൽ നല്ല വിലയാട്ടോ. 4 മീറ്ററൊക്കെ കിട്ടുള്ളൂ, 300 ചില്ലറയ്ക്ക്. ഫ്ലിപ്കാർട്ടില് നല്ല വിലയാണ്, 400-500 സംതിങ് ഒക്കെ വരും. 4 മീറ്ററേ കിട്ടുള്ളൂ. ബാക്കി അങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് നമ്മള് കണ്ടതാണ് ഈ ലേസ്. ഇത് നല്ല ലൈസാണ് കേട്ടോ. ഇത് പക്ഷെ നെറ്റിലാണ് അല്ല ഇത് വരുന്നത്, ഇത് നെറ്റിൽ വരുന്നതാണ്. പക്ഷെ എന്നാലും കുഴപ്പമില്ല. അത് നെറ്റാണെങ്കിലും ആ ഒരു ഓർഗൻസയുടെ ആ ഒരു ലുക്ക് തന്നെ കിട്ടുന്നുണ്ട്. ഓർഗൻസയിൽ വരുന്ന ലേസിന്റെ ഒരു ലുക്ക് ഇതിനുണ്ട്. പക്ഷെ ഓർഗൻസയ്ക്ക് വരുമ്പോ വേറൊരു കാണിച്ചിരി. പക്ഷെ എന്നാലും ഇത് കൊള്ളാം. ഇതൊരു 9 മീറ്റർ ഉണ്ടെന്നാണ് അവർ അവകാശപ്പെടുന്നത്. നമ്മൾ അളന്നൊന്നും നോക്കിയില്ല. അളന്ന് നോക്കണമെന്നുണ്ടോ എനിക്ക് വേണ്ട. അപ്പൊ ഇത് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഇതൊക്കെ എന്നെ ചെയ്യുന്നത് നാൻസി അറിയില്ല. ഈ നൂറ്റാണ്ടിൽ നടക്കൂ. നൈസാണ് ടൈലൈസ്. ഇങ്ങനെ വീ പോലെ എന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ വീ പോലെ പൊളിച്ചു. പിന്നെ നമ്മൾ നോക്കിയപ്പോ ഇത് നമ്മൾ വാങ്ങിച്ചേക്കുന്നത് 200 ചില സൈഡിൽ ഇങ്ങനെ എഴുതിയിടാൻ പറ്റുമോ? അല്ല ലിങ്ക് കൊടുക്കാം, നിങ്ങൾ കയറി ജസ്റ്റ് നോക്കുക കേട്ടോ. 200 സംതിങ് ഏതാണ്ടേ ഉള്ളൂ. 200 300 അടുത്തോട്ട് പോകട്ടെ. 212 224 അങ്ങനെ ഏതാണ്ട് വിലയാണ് ഉള്ളത്. പിന്നെ ഇത് ഏതാണ്ട് 124 രൂപ 20 മീറ്റർ വെച്ച് ഉണ്ടെന്ന് കണ്ടപ്പോഴത്തേക്ക് ഇതുപോലെ കണക്റ്റിംഗ് ലേസ് ആട്ടോ. ഇങ്ങനെ നമ്മളതിന് അപ്പുറം ഇപ്പുറം തുണി കൊടുത്തിട്ട് ഇങ്ങനെ ഗ്യാപ്പിൽ ഇങ്ങനെ കൊടുക്കുന്ന പോലത്തെ ഇല്ലേ, അതിന് മാത്രമേ ഇത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ.
നമ്മൾക്ക് ഇഷ്ടമുള്ളിടത്തൊക്കെ ഉപയോഗിക്കാം. പക്ഷെ എന്നാലും ഇത് ആ ഒരു ലുക്കാണ്. ഇത് രണ്ടും അതേപോലത്തെ ലേസാണ്. ഇതൊക്കെ 20 മീറ്റർ ഉണ്ടെന്നാണ് അവര് പറയുന്നത്. ഇത് രണ്ടും കോംബോയാണ് കേട്ടോ. ഇത് രണ്ടും കോംബോ ആയിട്ട് നമുക്ക് കിട്ടിയതാണ്. 100 സംതിങ് രൂപയ്ക്ക് 424 അങ്ങനെ എന്തോ ചില്ലറ വില വളരെ കുറവാണ്. അപ്പൊ ജസ്റ്റ് എന്താണെങ്കിലും ഒന്ന് വാങ്ങി ട്രൈ ചെയ്യാന്നുള്ള രീതിയിൽ ഞങ്ങൾ വാങ്ങിച്ചതാണ്. ഇത് ഡയബിൾ ആണെന്നാണ് നമുക്ക് തോന്നുന്നത് കേട്ടോ, കാരണം ക്രോഷയാണിത്. ലേസാണിത്. ഇത് ഡയബിൾ ആയിരിക്കും. നിലവിൽ ഇതിന്റെ നിറം എന്ന് പറയുന്നത് ഒരു ഉജാല പ്യുവർ വൈറ്റ് ആണ്. ഉജാല വൈറ്റ് അല്ല, പ്യുവർ വൈറ്റ് ആണ്. പ്യുവർ വൈറ്റ് ആണ്. ഇത് നമുക്ക് ഡൈ ചെയ്യണം. നമുക്ക് എനിക്ക് തോന്നുന്നത് ഡൈ ആവും. ഇത് ഡൈ നമുക്കൊന്ന് ഡൈ ചെയ്തും കൂടെ നോക്കാം. ഇത് ഞങ്ങൾക്ക് ഇതൊരു ഓഫ് വൈറ്റ് കളറിലോട്ട് കൊണ്ടുവരാനാണ് ആഗ്രഹം. നാൻസി പറയുന്നത് കാപ്പിപ്പൊടിയിലോ തേയില വെള്ളത്തിലോ ഇട്ട് കഴിഞ്ഞാൽ ആ നിറം കിട്ടും നമുക്ക് കുഴപ്പമില്ല. അപ്പൊ നമുക്ക് അതേപോലെ ഒന്ന് ചെയ്ത് നോക്കാം. അതെന്താണല്ലോ അടുത്ത വീഡിയോയിൽ ചെയ്ത് നോക്കണം. നമ്മൾ ഇച്ചിരി ചെയ്തുള്ളൂ കേട്ടോ. അതായത് നോക്കുന്നില്ല, അത് അബദ്ധമായി പോകും. ഒരു ലേശം ആവശ്യത്തിന് മാത്രമേ നമ്മൾ മുക്കി പൊക്കിയൊക്കെ എടുക്കുള്ളൂ. ഈ ഒരു പ്യുവർ വൈറ്റ് മാറ്റി ഒരു ഡൾ വൈറ്റ് ആക്കാൻ വേണ്ടിട്ടാ. ഒരു അടുത്ത് പിടിച്ച കളർ അതൊരു നിറം വേണം. അങ്ങനെ ഇത് കണ്ടില്ല, ഇത് ഓഫ് വൈറ്റ് ആയിട്ടേക്കുന്നത്. ഇത് നല്ല രസമുള്ള നിറല്ലേ. ഇതേപോലത്തെ നിറമാണ് നമുക്ക് വേണ്ടത്. കണ്ടോ, ഈ നിറമല്ലല്ലോ ഇത്. വീഡിയോയിൽ വ്യത്യാസം മനസ്സിലാവുന്നുണ്ട് നന്നായിട്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ വാങ്ങിച്ചേക്കുന്ന സാധനങ്ങൾ. ഇതോടുകൂടി നമ്മുടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നാൻസി ഭയങ്കര തിരക്കിട്ട തയ്യൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ ഗ്യാപ്പിലാണ്